സ്പീക്കർക്കെതിരായ സഭയിലെ പ്രതിഷേധത്തിൽ സർക്കാർ നടപടി ആവശ്യപ്പെട്ടേക്കില്ല. ഉടൻ നടപടി ഗുണം ചെയ്യില്ല എന്നാണ് വിലയിരുത്തൽ. ഡയസിൽ കയറിയുള്ള പ്രതിഷേധത്തിൽ നടപടി വേണം എന്നാണ് നിയമസഭാ കക്ഷി യോഗത്തിൽ ആവശ്യമുയർന്നിരിക്കുന്നത്. സ്പീക്കറുമായി ചർച്ച ചെയ്ത് തീരുമാനിക്കാം എന്ന് മുഖ്യമന്ത്രിയുടെ മറുപടിയുമുണ്ടായി. സലീം മാലിക് ചേരുന്നുണ്ട് വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന്. സലീം, വിവരങ്ങൾ എന്താണ് സലീം? സ്പീക്കർക്കെതിരായ സഭയിലെ പ്രതിഷേധത്തിൽ LDFിനുള്ളിൽ തന്നെ രണ്ട് അഭിപ്രായമുണ്ട്. ഒന്ന്, സർക്കാർ തന്നെ നടപടി സ്വീകരിക്കണമെന്നുള്ളതാണ് ഒന്നാമത്തെ അഭിപ്രായം. എന്നാൽ മുഖ്യമന്ത്രിക്ക് ഉൾപ്പെടെ ആ അഭിപ്രായമല്ല. തൽക്കാലം തിടുക്കപ്പെട്ടൊരു നടപടി എടുത്താൽ അത് ഗുണം ചെയ്യില്ല എന്നൊരു വിലയിരുത്തലാണ് മുഖ്യമന്ത്രിക്ക് ഉൾപ്പെടെ ഉള്ളത്. അതുകൊണ്ട് തന്നെ ആ വിഷയത്തിൽ തൽക്കാലം സർക്കാർ നടപടി ആവശ്യപ്പെട്ടേക്കില്ല എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. അതേസമയം നേരത്തെ കടുത്ത നടപടിക്ക് ഉൾപ്പെടെയുള്ള സാഹചര്യം അതുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നു. കാരണം സ്പീക്കറുടെ ഡയസിലേക്ക് കയറി രണ്ട് MLA മാർ കയറുകയും പ്രശ്നമുണ്ടാക്കുകയും ചെയ്തത് കൊണ്ട് തന്നെ ഒരുപക്ഷെ അത് സസ്പെൻഷനിലേക്ക് ഉൾപ്പെടെ നയിക്കാവുന്ന നിലയിൽ സ്പീക്കർക്ക് അതിൽ തീരുമാനമെടുക്കാം. എന്നാൽ ആ തീരുമാനത്തിലേക്ക് ഈ ഘട്ടത്തിൽ പോകേണ്ടതില്ല. കാരണം വളരെ ചുരുങ്ങിയ ദിവസം മാത്രമാണ് നിയമസഭ സമ്മേളിക്കുന്നത്. ആ ദിവസത്തിനുള്ളിൽ ചോദ്യങ്ങളെ ഭയക്കുകയാണ് എന്നൊരു ധ്വനി വരും എന്നുള്ളതിന്റെ കൂടി പശ്ചാത്തലത്തിലാണ് അത്തരം കടുത്ത നടപടികളിലേക്ക് പോകേണ്ട എന്ന സർക്കാരും തീരുമാനിക്കുന്നത്. അതേസമയം ഡയസിൽ കയറിയുള്ള പ്രതിഷേധത്തിൽ നടപടി വേണമെന്ന് നിയമസഭാ കക്ഷി യോഗത്തിൽ ആവശ്യമുയർന്നിരുന്നു. പക്ഷെ അതും സർക്കാർ അതിലൊരു നിലപാട് വ്യക്തമാക്കുന്നില്ല. സ്പീക്കറുമായി ചർച്ച ചെയ്ത് സ്പീക്കർക്ക് വേണമെങ്കിൽ നടപടി തീരുമാനിക്കാം എന്നുള്ളതാണ് മുഖ്യമന്ത്രിയുടെ മറുപടി. മാത്രമല്ല, മുഖം മറച്ചുള്ള പ്രതിഷേധം അനുവദിക്കാനാകില്ല എന്നൊരു നിലപാട് കൂടി ഈ നിയമസഭാ കക്ഷി യോഗത്തിൽ എടുത്തിട്ടുണ്ട്. കാരണം ഇന്ന് തന്നെ സ്പീക്കറുടെ മുഖം മറച്ചുകൊണ്ട് പ്ലക്കാർഡുകളും ഒപ്പം തന്നെ ബാനറുകളും ഉയർത്തിയിരുന്നു. ബാനർ സ്പീക്കറുടെ മുഖത്തിന് നേരെ ഉയർത്തിയായിരുന്നു ഈ പ്രതിഷേധം അത്രയും ഇന്നുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ആ നിലയിൽ ഒരു വലിയ പ്രതിഷേധം അങ്ങനെ ഉണ്ടായാൽ അതിനെ അതുപോലെ തന്നെ നേരിടേണ്ടി വരും. വലിയ വാഗ്വാദങ്ങൾ, അതിനപ്പുറത്തേക്കുള്ള നടപടികൾ ഉൾപ്പെടെ സ്വീകരിക്കണം എന്നും നിയമസഭാ കക്ഷി യോഗത്തിൽ അഭിപ്രായമുയർന്നു. അത് സലീം മാലിക് വിവരങ്ങൾ നൽകുകയായിരുന്നു തിരുവനന്തപുരത്ത് നിന്ന്. ഈ സഭാ സമ്മേളന കാലയളവിൽ പ്രതിപക്ഷത്തിന് മറ്റൊരു ആയുധം കൂടി നൽകേണ്ടതില്ല എന്ന നിലപാടിലേക്ക് സർക്കാർ എത്തുകയാണ്. സ്പീക്കർക്കെതിരായ സഭയിലെ പ്രതിഷേധത്തിൽ സർക്കാർ നടപടി ആവശ്യപ്പെടില്ല. പാർലമെന്ററി പാർട്ടി യോഗത്തിൽ അത്തരത്തിലുള്ള ആവശ്യം ചില അംഗങ്ങളുടെ ഭാഗത്ത് നിന്ന് ഉയർന്നെങ്കിലും മുഖ്യമന്ത്രി അടക്കം അതിനോട് യോജിച്ചില്ല. ഈ ഘട്ടത്തിൽ അത് ഗുണം ചെയ്യില്ല എന്ന് വിലയിരുത്തിക്കൊണ്ടാണ് തീരുമാനം. സലീം മാലിക് വിവരങ്ങൾ നൽകുകയായിരുന്നു.